ധർമ്മചരണം യൽക്കർമ്മ യോഗാഭിതം എന്ന് പറയും. നമുക്ക് ഏൽപ്പിച്ച ഒരു ഡ്യൂട്ടിയുണ്ട്, അത് ചെയ്യുക. അത് കാലമാകട്ടെ, പ്രകൃതിയാകട്ടെ, ദൈവമാകട്ടെ, വിശ്വാസത്തിനനുസരിച്ചാകട്ടെ, നമ്മുടെ വേഷം എന്താണെന്ന് നാം തിരിച്ചറിയണം. ഒരരങ്ങിലേക്ക് വന്ന് ഞാനൊരു നൃത്തം ചെയ്താൽ, നിങ്ങളത് ആസ്വദിച്ച് കൈയടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ നൃത്തം തീർന്നാൽ ഒരു സെക്കൻഡ് പോലും ഞാൻ ആ വേദിയിൽ നിൽക്കരുത്. പിന്നെ നിങ്ങൾ കൂവും, എന്നെ പരിഹസിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരെയും ബോധ്യപ്പെടുത്താനല്ല. ഇവിടുത്തെ ആളുകൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നത് അവർക്ക് ആത്മാർത്ഥമായ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസത്തിൽ ആരെങ്കിലും തൊട്ട് കളിച്ചാൽ കളിക്കുന്നവർക്കെതിരെ അവർ ശക്തമായി പ്രതികരിക്കാൻ ഒരു മടിയും കാണിക്കത്തില്ല. നമ്മുടെ ദക്ഷിണ കന്നഡ, കാസർഗോഡ്, അത് കഴിഞ്ഞു, അത് കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഈ വടക്കേ മലബാർ മൊത്തം ഈ സമുദായം നിറഞ്ഞു നിൽക്കുന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിൽ അവരെ പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കാൻ ആരുമ്പോൾ ഈഴവർക്ക് വേണ്ടി, തീയർക്ക് വേണ്ടി മാത്രം ഒരു റെജിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വടകരയിലൊക്കെ തീയ സമുദായത്തെ ചേകവരെന്നാണ് പറയുന്നത്. ആയോധന കലയിൽ വളരെ പ്രാവീണ്യം നേടിയ പഴയ തച്ചോളി ഉദയനന്റെ പോലെ, അല്ലെങ്കിൽ ഉണ്ണിയാർച്ചയുടെ വംശത്തെ പോലൊക്കെ യോദ്ധാക്കളായി മാറിയ ഒരു സമൂഹം. അവര് ഇന്ന് ക്ഷേത്രാരാധന നടത്തുന്നത് നമുക്കറിയാം. പറശ്ശിനിക്കടവ് മുത്തപ്പനുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രങ്ങളിലും. വയനാട് പുലകാൻ ഞാൻ വ്യാപകമായി കണ്ടുവന്നാണ് മുച്ചിലോട്ട് ഭഗവതി. അതും ഒരു സമുദായത്തിന്റെ ദേവതയായിട്ടാണ് മുച്ചിലോട്ട് ഭഗവതിയെ കാണുന്നത്. കുറുമ്പ ഭഗവതി. ഓരോ ജാതിക്കും, ഓരോ കുടുംബത്തിനും അവരുടെ തെയ്യങ്ങളുണ്ട്, തെയ്യാരാധനകളുണ്ട്. അപ്പോൾ ജീവിതകാലം മൊത്തം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച്, ശരീരവും മനസ്സും ദൈവത്തിൽ സമർപ്പിച്ച് ഒരു തലമുറയെ രക്ഷിക്കാനും ശിക്ഷിക്കാനും അവകാശമുള്ള ആളുകളാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളായി വരുന്ന ആചാര്യ സ്ഥാനീയർ. അവരെ പോലെ തന്നെ വെളിച്ചപ്പാടും വലിയ സ്ഥാനമുള്ള ആളുകളാണ്. ഇവിടെ നമുക്കറിയാം വെളിച്ചപ്പാടിന്റെ റോള്. നമ്മുടെ വയനാട് മുഴുവൻ പുത്തരി കൊടുക്കൽ കഴിഞ്ഞാൽ വെളിച്ചപ്പാട് വാളുമായി വന്ന് ഈ പറയപ്പെടുന്ന തെയ്യക്കോലങ്ങൾ കെട്ടി ആടി പറയുന്ന കാര്യങ്ങൾ വെളിച്ചപ്പാടുകൾ പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ ദൈവത്തിന്റെ കാലാനുസൃതമായി, ദേശാനുസൃതമായി ലോകത്തിന്റെ പല ഭാഗത്തും അവതാര പുരുഷന്മാർ ജന്മമെടുത്തിട്ടുണ്ട്. എന്താണ് അവതാര പുരുഷന്മാരുടെ ഒരു ഉദ്യമം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക. ദൈവം എന്ത് ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ പ്രവാചകരുടെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ആ പ്രവാചകന്മാർക്ക് തുല്യമായ പദവി അലങ്കരിക്കുന്നവരാണ് ഈ പറയപ്പെടുന്ന ആചാര്യ സ്ഥാനീയർ. അവർക്ക് മോഹങ്ങളില്ല, അവർക്ക് പ്രതീക്ഷകളില്ല, അവർക്ക് ആഗ്രഹങ്ങളില്ല. സകലതും ദൈവത്തിൽ അർപ്പിച്ച്, ഈ കാലത്തെ ആഡംബര ജീവിതം ഒന്നും നയിക്കാതെ ഭഗവാനിൽ സകലതും സമർപ്പിച്ച്, ഭഗവാനിൽ വിശ്വസിക്കുന്നവരെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ആചാര്യ സ്ഥാനീയരുടെയും വെളിച്ചപ്പാടിന്റെയും ഒക്കെ പറയുന്നത്. വെളിച്ചപ്പാടനം, വിഷ്ണുമൂർത്തി വെളിച്ചപ്പാടൻ, കരോടി വെളിച്ചപ്പാടൻ, നിലോട്ട് വെളിച്ചപ്പാടൻ തുടങ്ങി മഹാസ്തംഭങ്ങളായ മനുഷ്യജന്മങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളത്. എനിക്ക് തോന്നുന്നു 1980 കാലഘട്ടത്തിലാണ്. അന്ന് അമ്പലത്തിൻ്റെ പുരുപുത ദേവസ്ഥാനത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്ന സമയം. ഒരു ദിവസം ഒരു 5:30 മണിക്ക് ശ്രീകുട്ടി വെളിച്ചപ്പാടിനോട് എന്നോട് പറഞ്ഞു, ഒന്ന് പുരുപുത ദേവസ്ഥാനം വരെ വരങ്ങി നടത്തണം. എനിക്കെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു, കാലും വരയും കൊടുക്കുന്നത് നിങ്ങളൊന്ന് വീട്ടിൽ തരണമെന്ന്. ഞാൻ ഉടനെ കുളിച്ച്, അമ്പലം ബാങ്കിൽ നിന്ന് വന്ന സമയമായിരുന്നു. ഉടനെ കുളിക്കുകയും അത് 1-2 ഗോൾഡിൻ്റെ അകത്ത് വെക്കണം, അതും കൊണ്ട് ഞാൻ പോയി കാലും വലയും കൊടുത്തു വന്നപ്പോൾ വെളിച്ചപ്പാടം പറഞ്ഞു, അതും കൂടി ആയാൽ മാത്രമേ അത് ഭംഗിയായി നിർവഹിക്കാൻ പറ്റൂ. എനിക്കറിയാം, രവിയോട് പറഞ്ഞാൽ രവി വരുമെന്ന്. ആ വിശ്വാസം, ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം, രവിയുടെ തറവോളൊപ്പം തമ്മിലുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണം. പിന്നെ രാജനും ബാലകൃഷ്ണനും ഞങ്ങളൊക്കെ
രാജനൊക്കെ എനിക്ക് 3 വയസ്സ് താഴത്താണ് രാജനും ഞാനൊക്കെ ഞങ്ങൾ കോട്ടിയൊക്കെ കളിച്ച് വളർന്ന കാലഘട്ടം. മുമ്പിലോട്ട് നോക്കുമ്പോൾ കാണുള്ളപ്പോൾ അവരിങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര വീട്. അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധത്തോടെ നടന്ന ഈ ദിവസം മഹാനായ കുട്ടി വെളിപ്പെടുത്തപ്പാടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ദീപസ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Periyar Savri Sahib Mehndi President Sri Namaskar. സംപൂജ്യനായ അടഞ്ഞൂർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ സ്വാമിജി അവർ, പ്രിയപ്പെട്ട ബഹുമാന്യനായ MP, മുൻ MLA, പ്രിയപ്പെട്ട ശ്രീ PK ഫൈസൽ, ഈ ചടങ്ങിൽ ഇവിടെ ക്ഷേത്ര സ്ഥാനികർക്കുള്ള